ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധതയുടെ വസ്ത്രം ധരിച്ച ജീവിതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ ആത്മീയ യാത്രയിലേക്ക് നിങ്ങളെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ പുതിയ ദിവസവും ജീവിതവും ആരോഗ്യവും അനുഗ്രഹങ്ങളും നൽകിയ നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് അവിടുന്ന് തൻ്റെ വിശുദ്ധ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ശാന്തമാക്കി ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങൾ കേൾക്കുന്ന വിശുദ്ധ വചനം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. വിശുദ്ധിയോടെയും അനുസരണത്തോടെയും അങ്ങയെ സേവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായന പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 31 മുതൽ 43 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഏഫോദിന്റെ അങ്കി മുഴുവനും നീല നൂൽ കൊണ്ട് ഉണ്ടാക്കണം. അതിൻ്റെ നടുവിൽ തല കടക്കുവാൻ ഒരു ദ്വാരം വേണം. ദ്വാരത്തിന് നെയ്ത്തുപണിയായ ഒരു നാട ചുറ്റിലും വേണം. അത് കീറിപ്പോകുവാതിരിക്കുവാൻ കവചത്തിന്റെ ദ്വാരം പോലെ അതിനുണ്ടായിരിക്കണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ട് ചുറ്റും അതിൻ്റെ വിളുമ്പിൽ മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കണം. അങ്കിയുടെ വിളമ്പിൽ ചുറ്റും ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഇങ്ങനെ വേണം. ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. യഹോവയുടെ മുൻപാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിൻ്റെ ശബ്ദം കേൾക്കണം. തങ്കം കൊണ്ട് ഒരു പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് മുദ്രകൊത്തായി കൊത്തണം. അത് മുടിമേലിരിക്കേണ്ടതിന് നീല ചരട് കൊണ്ട് കെട്ടണം. അത് മുടിയുടെ മുൻഭാഗത്തിരിക്കണം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്ത്രങ്ങളുടെ കുറ്റം അഹരോൻ വഹിക്കേണ്ടതിന് അത് അഹരോന്റെ നെറ്റിയിലിരിക്കണം. യഹോവയുടെ മുൻപാകെ അവർക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അതെപ്പോഴും അവൻ്റെ നെറ്റിയിലിരിക്കണം. പഞ്ഞി നൂൽ കൊണ്ട് ഉള്ളങ്കി വിചിത്ര പണിയായി നെയ്യണം. പഞ്ഞി നൂൽ കൊണ്ട് മുടിയും ഉണ്ടാക്കണം. നടുക്കെട്ട് ചിത്രത്തയ്യൽ പണിയായി ഉണ്ടാക്കണം. അഹരോന്റെ പുത്രന്മാർക്ക് മഹത്വത്തിനും അലങ്കാരത്തിനുമായി അങ്കി, നടുക്കെട്ട്, തലപ്പാവ് എന്നിവയുണ്ടാക്കണം. അവ നിന്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം. അവൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് വരെ അഭിഷേകവും കരപൂരണവും ചെയ്ത് ശുദ്ധീകരിക്കണം. അവരുടെ നഗ്നത മറയ്ക്കുവാൻ അവർക്ക് ചണനൂൽ കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കണം. അത് അര തുടങ്ങി തുടവരെ എത്തണം. അഹരോനും അവൻ്റെ പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴോ യാഗപീഠത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴോ കുറ്റം ചുമന്നു മരിക്കാതിരിക്കേണ്ടതിന് അവർ അത് ധരിക്കണം. അവനും അവൻ്റെ സന്തതിക്കും അത് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഇപ്രകാരമാണ് ഈ തിരുവചന ഭാഗം നമ്മോട് പറയുന്നത്. ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ മഹാപുരോഹിതന്റെ വിശുദ്ധ വസ്ത്രങ്ങളെ കുറിച്ചാണ് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുന്നത്. നീല നിറത്തിലുള്ള മേലങ്കിയും അതിൻ്റെ അതിരുകളിലെ മാതളപ്പഴങ്ങളും സ്വർണ്ണമണികളും പ്രത്യേകമായി ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ അഹരോന്റെ ശിരോവസ്ത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്വർണ്ണ ഫലകത്തിൽ കൊത്തിയിരിക്കുന്നത് കർത്താവിന് വിശുദ്ധം എന്ന വാക്കുകളായിരുന്നു. ഈ വചനം നമ്മെ ഒരു വലിയ ആത്മീയ സത്യത്തിലേക്ക് നയിക്കുന്നു. ദൈവം വെറും ആരാധനയെ മാത്രമല്ല, വിശുദ്ധമായ ജീവിതത്തെയും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും എല്ലാം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതായിരിക്കണം.
സ്വർണഫലകത്തിലെ കർത്താവിന് വിശുദ്ധം എന്ന വാക്യം ഓരോ വിശ്വാസിയുടെയും ജീവിത മന്ത്രമാകണം. ഇന്നു നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമുണ്ട്: എൻ്റെ ജീവിതം കർത്താവിന് വിശുദ്ധമാണ്? നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ബന്ധങ്ങളിലും ദൈവത്തിൻ്റെ വിശുദ്ധി പ്രതിഫലിക്കുവാൻ മറ്റുള്ളവർ ക്രിസ്തുവിനെ നമ്മിലൂടെ കാണുന്നുണ്ടോ എന്നുള്ള ആ വലിയ ചോദ്യം. യേശുക്രിസ്തു നമ്മെ തൻ്റെ രക്തത്താൽ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ആയതിനാൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് ദൈവിക വിളിയുണ്ട്. പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ ഈ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതവും അങ്ങേക്ക് പ്രസാദകരമായ ഒരു വിശുദ്ധ സമർപ്പണമായി തീരുമാറാകണമേ. ഞങ്ങളുടെ വാക്കുകളിലും ഞങ്ങളുടെ ചിന്തകളിലും ഞങ്ങളുടെ പ്രവർത്തികളിലും അങ്ങയുടെ വിശുദ്ധി പ്രതിഫലിക്കുവാൻ തമ്പുരാനെ അവിടുത്തെ കൃപ നൽകണമേ. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബങ്ങളെയും അവർക്കുള്ള സകലത്തെയും തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യവും വിഷമിച്ചിരിക്കുന്നവർക്ക് സമാധാനവും നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശയും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. തമ്പുരാനെ, ഇന്നത്തെ ഞങ്ങളുടെ ഈ ദിവസത്തെ മുഴുവനും നിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.